നമസ്കാരം. യാത്രയായി ചിരിയുടെ മണവാളൻ. ഇനിയില്ല ആ ചിരിമുഖം. മുഖം നോക്കാതെ സത്യം വിളിച്ചു പറയുവാൻ ഇനി നമ്മുടെ സലിം കുമാറില്ല. യാത്രയായിരിക്കുന്നു ചിരിയുടെ ആ മണവാളൻ. നടനും ദേശീയ പുരസ്കാര ജേതാവുമായിട്ടുള്ള സലിം കുമാറിന്റെ വിയോഗം അക്ഷരാർത്ഥത്തിൽ കേരള ജനതയെ കണ്ണീരിലാഴ്ത്തി. ചിരിയുടെ തമ്പുരാനായി മലയാളി ഹൃദയങ്ങളിൽ ഇടം നേടിയ താരത്തിന്റെ വിയോഗത്തിൽ സിനിമാ സാംസ്കാരിക ലോകം അഗാധമായ ദുഃഖത്തിലാണ്. ശ്വാസതടസ്സം കടുത്തതിനെ തുടർന്നാണ് സലിം കുമാറിനെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് ന്യൂമോണിയയും രക്തത്തിലെ അണുബാധയും കടുത്തതോടെ വെന്റിലേറ്റർ, ആന്റിബയോട്ടിക്കുകൾ, ഡയാലിസിസ് അടക്കമുള്ള ജീവൻ രക്ഷാ മാർഗങ്ങൾ അദ്ദേഹത്തിന് നൽകിയിരുന്നു. എന്നാൽ ചികിത്സയിൽ കഴിയുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ഹൃദയാഘാതമാണ് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ചത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കടുത്ത കരൾ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് സലിം കുമാർ വലിയ രീതിയിലുള്ള ആരോഗ്യപരമായിട്ടുള്ള വെല്ലുവിളികൾ നേരിട്ടിരുന്നു. തനിക്ക് ലിവർ സിറോസിസ് ബാധിച്ചത് അമിതമായ മദ്യപാനം കൊണ്ടല്ല എന്നും മറിച്ച് അത് പാരമ്പര്യമായി ലഭിച്ച ഒരു അസുഖമാണ് എന്നും അദ്ദേഹം മുൻപ് മാധ്യമങ്ങളിലൂടെയൊക്കെ പലവട്ടം വ്യക്തമാക്കുകയും ഇതുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ തിരുത്തുകയും ചെയ്തിരുന്നു. രോഗാവസ്ഥയിലായിരുന്ന കാലയളവിൽ ശരിയായ ചികിത്സയ്ക്ക് പകരം ചില വ്യാജ ചികിത്സകൾ തേടേണ്ടി വന്നതിനെ കുറിച്ചും അത് തന്റെ ആരോഗ്യനിലയെ എത്രത്തോളം വഷളാക്കി എന്നതിനെ കുറിച്ചും താരം മുൻപ് പരസ്യമായി പങ്കുവച്ചിട്ടുണ്ട്. കൃത്യമായ വൈദ്യസഹായത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ സ്വന്തം അനുഭവം വെച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നു. അതേസമയം മരണത്തെ പോലും എന്നും പോസിറ്റീവായിട്ടായിരുന്നു സലിം കുമാർ കണ്ടത്. തന്റെ 54-ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹം പങ്കുവച്ചൊരു കുറിപ്പ് അത് ഇങ്ങനെയായിരുന്നു: ജീവിതം എന്ന മഹാസാഗരത്തിൽ ആയുസ് എന്ന വഞ്ചിയിലൂടെയുള്ള എൻ്റെ യാത്ര 54 കാതങ്ങൾ പിന്നിട്ട് 55ലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. ഇത്രയും കാതങ്ങൾ പിന്നിടുന്നതിന് എൻ്റെ സഹയാത്രികർ എനിക്ക് നൽകിയ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും നന്ദി. ആയുസിന്റെ സൂര്യൻ പടിഞ്ഞാറോട്ട് ചരിഞ്ഞു കഴിഞ്ഞു. അസ്തമയം വളരെ അകലെയല്ല. ഈ മഹാസാഗരത്തിൽ എവിടെയോ എനിക്ക് വേണ്ടി ഒരു ചുഴി രൂപാന്തരപ്പെട്ടിരിക്കാം. അതിൽ അകപ്പെടുന്നത് വരെ എനിക്ക് ഈ വഞ്ചിയുമായി യാത്ര തുടർന്നേ പറ്റൂ. എൻ്റെ വഞ്ചിയിലാണെങ്കിൽ ദ്വാരങ്ങളും വീണു തുടങ്ങി. അതിലൂടെ കയറിയ വെള്ളം കോരിക്കളഞ്ഞ് ഞാൻ യാത്ര തുടരുകയാണ്. എനിക്ക് എത്ര കാലം ഇതിലൂടെ ഇങ്ങനെ തുഴയാൻ പറ്റും എന്നറിയില്ല. എന്നാലും ഞാൻ യാത്ര തുടരുന്നു. അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഉണ്ടാകണം. സ്നേഹപൂർവ്വം, നിങ്ങളുടെ സലീം കുമാർ. ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതി വെച്ചാണ് അദ്ദേഹം മരണത്തെ പുലുകിയത് എന്നുള്ളതാണ്. ഏറെക്കാലമായിട്ട് ഈ കരൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ അദ്ദേഹത്തെ അലട്ടിയിരുന്നപ്പോഴും തൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളെ ഹാസ്യരൂപേണയാണ് സലീം കുമാർ അഭിമുഖീകരിച്ചിരുന്നത് എന്നുള്ളതാണ്. മരണത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കെ തന്നെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ പോരാടാനും യാത്ര തുടരാനും അദ്ദേഹം കാണിച്ച മനസ്സ് ഞാൻ ഈ മുകളിൽ സൂചിപ്പിച്ച കുറിപ്പിൽ ഉടനീളം നിഴലിച്ചു കാണുന്നുണ്ട്. തന്റെ ആയുസിന്റെ വഞ്ചിയിൽ വീണ ദ്വാരങ്ങളിലൂടെ കയറിയ വെള്ളം കോരിക്കളഞ്ഞ് മുന്നോട്ട് തുഴയുകയാണ് എന്ന് അദ്ദേഹം എഴുതിയത് വെറുമൊരു വാക്കല്ലായിരുന്നു, മറിച്ച് രോഗങ്ങളോട് അദ്ദേഹം നടത്തിയ സമാനതകളില്ലാത്ത പോരാട്ടത്തിന്റെ നേർചിത്രമായിരുന്നു. ഒടുവിൽ ആ ആയുസിന്റെ വഞ്ചി തുഴച്ചിൽ അവസാനിപ്പിച്ച് അദ്ദേഹം യാത്രയാകുമ്പോൾ ഈ പഴയ ഫേസ്ബുക്ക് കുറിപ്പ് മലയാളികൾക്ക് ഓർമ്മിപ്പിക്കുന്നത് മരണത്തിലും മായാത്ത വലിയ കലാകാരന്റെ ദാർശനികമായ ജീവിത വീക്ഷണത്തെ തന്നെയാണ്. മലയാളികളെ പതിറ്റാണ്ടുകളോളം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രിയ നടൻ സലീം കുമാറിന്റെ വിയോഗം സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരേപോലെ കണ്ണീരിലാഴ്ത്തി. രോഗബാധിതനായി വെന്റിലേറ്ററിലായിരുന്ന അദ്ദേഹം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അന്തരിച്ചിരിക്കുന്നു. മരണത്തിന്റെ നിഴൽ തന്നെ എപ്പോൾ വേണമെങ്കിലും വിഴുങ്ങാമെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്ന ഒരു കലാകാരനായിരുന്നു സലീം കുമാർ. കഠിനമായ രോഗശയ്യയിലായിരുന്നപ്പോഴും പ്രത്യാശ മുഖത്ത് വിരിയാറുള്ള ആ അനുകരണീയമായ ചിരിയോടും അദ്ദേഹം ജീവിതത്തെ എപ്പോഴും നേരിട്ടത് തന്നെ. അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയ്ക്ക് പിന്നാലെ ആയുസിന്റെ സൂര്യൻ പടിഞ്ഞാറോട്ട് ചരിഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതി വെച്ച വാക്കുകൾ ഒരുപക്ഷെ തന്റെ മരണത്തെ അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നുവെന്ന് തോന്നിപ്പിക്കുന്നതാണ്. തന്റെ മൃതസംസ്കാരത്തെ സംബന്ധിച്ചും യാതൊരുവിധ മതപരമായ ചടങ്ങുകളും നടത്തരുത് എന്ന് സലീം കുമാർ ജീവിച്ചിരുന്നപ്പോൾ തന്നെ വീട്ടുകാരോട് കർശനമായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ മരണാനന്തരം തന്റെ അസ്ഥി പുഴയിൽ ഒഴുക്കേണ്ടതില്ല എന്നുകൂടി അദ്ദേഹം തന്റെ ആഗ്രഹമായിട്ട് കുടുംബാംഗങ്ങളെ അറിയിക്കുകയും ചെയ്തു. ജീവിതത്തിൽ എന്ന പോലെ മരണത്തിലും സ്വന്തം നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചാണ് അദ്ദേഹം യാത്രയാകുന്നത്. താൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാറില്ല. കാരണം അസ്തമയത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിലുണ്ട്. ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോകേണ്ടവൻ മറ്റൊരു ജീവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിൽ എന്താണ് അർത്ഥം? അങ്ങനെ നോക്കുമ്പോൾ അസ്തമയത്തെക്കുറിച്ചുള്ള ചിന്തയും പോസിറ്റീവ് അല്ലേ? പക്ഷെ ആളുകൾ പറയുന്നത് അത് നെഗറ്റീവാണ് എന്നാണ്.
നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ തിരിച്ചറിയാത്തവരാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും. മിക്കപ്പോഴും ചിരിച്ചു മാത്രമാണ് സലീം കുമാറിനെ പ്രേക്ഷകർ കണ്ടിട്ടുള്ളത്. ആ ചിരിയിലൂടെ പ്രേക്ഷകന്റെ മുഖത്തും അദ്ദേഹം ചിരി പടർത്തി. ആ ചിരി അവശേഷിപ്പിച്ചാണ് ഇപ്പോൾ അദ്ദേഹം മടങ്ങുന്നതും. അങ്ങനെ ചിരിയുടെ രാജകുമാരൻ യാത്രയായി. 5th ആനന്ദ് TV ഫിലിം അവാർഡ്സ് ജൂൺ 13 അപ്പോളോ മാഞ്ചസ്റ്ററിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് ടിക്കറ്റ്സ് കോൾ 020-8548-4897.